മോഹൻലാലും തരുൺ മൂർത്തിയും ഒന്നിക്കുന്ന അതിമനോഹരം എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്ത്. മോഹൻലാലും മീര ജാസ്മിനെ ഒന്നിച്ചുള്ള പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത്. ചിത്രം ഈ വർഷം ഡിസംബർ 24-ന് ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലെത്തും. പേരുപോലെ തന്നെ പോസ്റ്ററും. മോഹൻലാൽ തരുൺ മൂർത്തി ചിത്രം അതിമനോഹരം, അടിപൊളിയായിരിക്കും. ആരാധകർക്ക് സർപ്രൈസായി ലാലേട്ടന്റെ വക വരുന്നത് അതിമനോഹര വിസ്മയ കാഴ്ച. ഈ സിനിമ പേരുപോലെ തന്നെ മനോഹരമാകുമെന്ന് ഉറപ്പുണ്ടെന്ന് ആരാധകരും പറയുന്നു. ബാബ കല്യാണിക്ക് ശേഷം പോലീസ് ഇൻസ്പെക്ടർ വേഷത്തിൽ ലാലേട്ടനും മീര ജാസ്മിനും ഒരുമിക്കുമ്പോൾ സിനിമ സൂപ്പർ ഹിറ്റാകും. അടുത്ത ചരിത്ര റെക്കോർഡ് പിറക്കാൻ പോകുന്നുവെന്ന് ഉറപ്പിക്കാം. ക്രിസ്മസ് ആഘോഷിക്കാൻ ലാലേട്ടൻ എത്തുകയാണ്. തുടരുമെന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷമാണ് മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന അതിമനോഹരം എന്ന സിനിമയുടെ റിലീസ് തീയതി പുറത്തുവന്നതോടെ ആവേശത്തിലും ആകാംക്ഷയിലുമാണ് ആരാധകർ. മോഹൻലാൽ പങ്കുവച്ച ചിത്രത്തിന്റെ റിലീസ് പോസ്റ്ററിലൂടെയാണ് തീയതി അണിയറ പ്രവർത്തകർ പങ്കുവച്ചിരിക്കുന്നത്. ചിത്രം ക്രിസ്മസ് റിലീസായാണ് എത്തുക. അതായത് ഡിസംബർ 24-ന് തിയേറ്ററുകളിലെത്തും. കുടുംബമെന്ന് അയാൾ വിളിക്കുന്ന ആളുകളിൽ അയാളുടെ ലോകം തുടങ്ങുകയും ഒടുങ്ങുകയും ചെയ്യുന്നു എന്ന ക്യാപ്ഷനോടെയാണ് മോഹൻലാൽ ചിത്രത്തിന്റെ പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത്. പോസ്റ്ററിൽ മോഹൻലാലിനൊപ്പം ചിത്രത്തിലെ നായിക മീര ജാസ്മിനുമുണ്ട്. മീര ജാസ്മിൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ സാരി ഞൊറിഞ്ഞുടുക്കാൻ സഹായിക്കുന്ന ലാലേട്ടനെയാണ് പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിനായി ലാലേട്ടൻ താടി വടിച്ചതൊക്കെ വൈറലായിരുന്നു സിനിമാ ലോകത്ത്. മീശ പിരിച്ചുള്ള മോഹൻലാലിന്റെ ചിത്രം ആരാധകർ ഉൾപ്പെടെ ഏറ്റെടുത്ത് ആഘോഷമാക്കി. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മോഹൻലാൽ ആദ്യമായി നായകനാകുന്ന ചിത്രം കൂടിയാണിത്. പോലീസ് യൂണിഫോമിൽ ലാലേട്ടൻ എത്തുമ്പോൾ അത് ആരാധകർക്കും ആവേശം തന്നെയാണ്. രതീഷ് രവി തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത്. തൊടുപുഴയായിരുന്നു സിനിമയുടെ പ്രധാന ലൊക്കേഷൻ. 2 ആഴ്ചയോളം കൊച്ചിയിലും ചിത്രീകരണം നടന്നു. തൊടുപുഴ, കൊച്ചി, ശബരിമല, ഹൈദരാബാദ്, മുംബൈ എന്നിവിടങ്ങളിലായിരുന്നു ചിത്രത്തിന്റെ അവസാനഘട്ട ചിത്രീകരണവും നടന്നത്. ലൗലജൻ എന്ന പോലീസ് കഥാപാത്രമായാണ് ലാലേട്ടൻ എത്തുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഉണ്ടാകുന്ന സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയമെന്നാണ് സൂചനകൾ. തുടരും ഉൾപ്പെടെയുള്ള സിനിമകളുടെ ഛായാഗ്രഹനായ ഷാജി കുമാറാണ് ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.